Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, Sophia. Okay, good evening, all. We will start our session with the silent prayer. Anyone is there to give prayer, you can do, or else we can have one silent prayer. Please. So there is a small portion that we left out in that Montessori prepared environment. We will complete today, and after that we have to do Unit 10, that is Montessori terms. Montessori prepared environment ചെറിയൊരു പോർഷൻ അതിനുള്ളിൽ നമ്മൾ ചില പ്രാക്ടിക്കൽസും ചില ഇന്റേൺഷിപ്പ്. Sophia, this one is Unit 7, Montessori prepared environment. Actually, we had done many other things. I don't know whether you had gone through recorded classes. Recorded classes കണ്ടിരുന്നോ? റെക്കോർഡ് ക്ലാസ്സിൽ കഴിഞ്ഞ 2-3 ക്ലാസ്സസിൽ നമ്മളുടെ പ്രാക്ടിക്കൽസും മെറ്റീരിയൽ എങ്ങനെ ഉണ്ടാക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്. പ്രാക്ടിക്കൽസ് നത്തിങ് ബട്ട് നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ഒരു അസൈൻമെന്റ് ബുക്ക് വയ്ക്കുന്ന കാര്യമൊക്കെ അന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കമ്മിങ് ഡേയ്സിൽ തരാം. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഷിഫ്റ്റിംഗ് കുറെ തിരക്കുകളിൽ പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് ഈ റൂം നമ്മളുടെ ലൈബ്രറി റൂമാണ്. ബുക്സ് ആണ് എന്റെ ബാങ്കിൽ. ഞാൻ ഒന്ന് ബ്ലേഡ് ആക്കി വെച്ചത്. ആ ബുക്ക് ഇതുവരെ നമുക്കൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തായിരിക്കണേ എന്നുള്ളത്. ബുക്സ് മുഴുവൻ ഈ ഷെൽഫിലേക്കൊക്കെ ആക്കണം. അപ്പൊ അത് നമ്മൾ ഈ രജിസ്റ്റർ എഴുതുന്നതിനൊപ്പം തന്നെ സോഫ്റ്റ്വെയർ ആയിട്ട് ഒരു ഡേറ്റാബേസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു കുറെ തിരക്ക് പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഒന്നും പറ്റാത്തത്. എനിവേ നോക്കാം. ഓക്കെ, സോ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഐ ഹോപ്പ് സോഫിയ അത് ഏതെങ്കിലും ക്ലാസ്സസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം, when you are going to teach or when you are going to facilitate in any of the school, whether it is Montessori or non-Montessori, you have to keep some points in mind. Like നമ്മുടെ ഈ ബാച്ചിലാണെന്ന് അറിയില്ല,
ഒരാളിപ്പോ ഇന്റേൺഷിപ്പ് അല്ല, ഒരു സ്കൂളില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും ഇന്റേൺഷിപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തൊന്നല്ല, ഈ വേക്കൻസിൽ വിളിച്ചു, ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയ പലരും ഉണ്ട്. 2 ബാച്ചിലുണ്ട്. ഞാൻ 2 ബാച്ചിൽ എടുക്കുന്നു. ആ 2 ബാച്ചിലും പലരും ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പോയപ്പോ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറഞ്ഞ സമയത്ത് കുട്ടികൾക്ക് ആൽഫബറ്റ്സ്, നമ്പേഴ്സ് എല്ലാം കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പൊ എങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പോകുമ്പോൾ നമ്മൾ നല്ല പ്രിപ്പയർഡ് ആയിരിക്കണം. ഈവൻ നമുക്ക് പെട്ടെന്ന് നമുക്കൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിടാനായിട്ട് നമുക്ക് പറ്റണം. സോ 1 hour ക്ലാസ് എടുക്കാനാ പോകുന്നെങ്കിൽ തന്നെ യു ഹാവ് ടു പ്രിപ്പയർ ഫോർ 3 hours. ആ രീതിയിൽ തന്നെ പോകണം. ഓക്കെ, അത് 3 hours ഒരേ കാര്യങ്ങളല്ല, പല പല ആക്ടിവിറ്റീസ് മനസ്സിലുണ്ടായിരിക്കണം. ഇന്നോവേറ്റീവ് ആയിട്ട്, ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ. ഒരു ഫെസിലിറ്റേറ്റർ ഒരു ക്രിയേറ്ററും കൂടിയാണ്. ആ ഒരു രീതിയിൽ തന്നെ പോയിട്ട് യു ഹാവ് ടു ഡു ആക്ടിവിറ്റീസ് വിത്ത് ദ കിഡ്സ്. തിയറി പറഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. എല്ലാ സെൻസസും യൂസ് ചെയ്യണം. ടച്ച്, ഹിയറിംഗ് എല്ലാം, ഓഡിറ്ററി, ഒൾഫാക്ടറി, സ്മെല്ല്, ഗസ്റ്റേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ്, അതൊക്കെ ഇനി വരുന്നുണ്ട്. സെൻസസിനെ കുറിച്ച് ഞാൻ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അപ്പം നമ്മളും സെൻസസ് യൂസ് ചെയ്യണം, കുട്ടികളും എല്ലാം സെൻസസ് യൂസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ലേണിംഗ് പ്രോസസ്സ് വരിക. സോ യു പീപ്പിൾ ഹാവ് ടു പ്രിപ്പയർ മോർ. ഇഫ് ദർ ഈസ് 1 hour ആണെങ്കിൽ കൂടി 3 hours എങ്കിലും മിനിമം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകുന്നത്. സോ ആ ലെഫ്റ്റ് ഔട്ട് പോർഷൻസ് നമുക്കൊന്ന് ചെയ്യാം. മോണ്ടിസോറി ടീച്ചർ ഫെസിലിറ്റേറ്റർ, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതില് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഓഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ആരെങ്കിലും ഒന്ന് വായിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, എനിവൺ പ്ലീസ് വായിക്കണം. ഫസ്റ്റ് പോയിന്റ് ആണോ മാം? വായിക്കട്ടെ വരും, കാരണം എല്ലാം ഒരു 1-2 സെന്റൻസ് വെച്ചിട്ടല്ലേ. 11 points ഉണ്ട്. 11 points ഒന്ന് വായിക്കാമോ? Okay, ma'am. The Montessori facilitator, roles and responsibilities. List of elements that is to be observed in the special role of the Montessori facilitators. The Montessori facilitator is the dynamic link between the child and the prepared environment. She is the systematic observer of the child and an interpreter of his needs. She is an experimenter, tailoring the environment to meet his perceptions of the child's need and interest and objectively noting the results. The Montessori facilitator is a programmer, preparing the environment and keeping it in perfect condition, adding to it and removing materials as needed. She is an evaluator, judging the effectiveness of her own work and the environment every day. She must also evaluate the progress of each child. She is a respecter and protector of the child. She must know when to step in and set limits of lending a helping hand, and when it is in the child's best interest to step back and not interfere. The Montessori facilitator is a supporter, offering warmth, security, stability, and judgmental acceptance to each child. She is a facilitator of communication among the children and of the child's efforts to communicate with her. She must also interpret the child's progress and her work to parents, the school staff, and the community. She is a demonstrator, presenting clear, interesting, and relevant lessons to the child. Her role is to seduce the child into spontaneous fascination with the materials through her demonstration. The Montessori facilitator is a consistently good example of enticing behavior for the children, following the ground rules of the class herself and exhibiting a sense of calm, consistency, grace, and courtesy, and demonstrating respect for the child. She is an activator, constantly working to teach courteous behavior and conflict resolution. Mute ആണ് മാം. ഓക്കെ ഫൈൻ. നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അത്രയും റോൾസ് ഉണ്ടല്ലേ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ദാറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി, ബട്ട് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. യു പീപ്പിൾ വിൽ ബി ലൈക്ക് ദിസ്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെയാകും. നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല, പക്ഷെ നമ്മളെ ആരെങ്കിലും ജഡ്ജ് ചെയ്യുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം നമ്മൾ, പക്ഷെ ജഡ്ജ്മെന്റൽ ആക്സെപ്റ്റൻസ് നമുക്ക് വേണം.
ഞാൻ ട്രെയിനർ, നിങ്ങൾ ട്രെയിനീസ്. ഒരു കാരണവശാലും I am not supposed to judge you, but you people can judge. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ അത് ഉൾക്കൊള്ളണം. അത് തന്നെയാണ് ശരിക്കും വേണ്ടത്. ഓക്കെ, സോ അത് പിന്നെ ഒരു ഒബ്സർവർ എന്ന് പറഞ്ഞപ്പോ നമ്മൾ അതിന്റെ കൂടെ വേറൊരു വേർഡും കൂടെ നമ്മൾ ആഡ് ചെയ്തിരുന്നു. അതെന്തായിരുന്നു? നമ്മുടെ ഒബ്സർവേഷനിൽ എന്ത് വേണം? വാച്ചിങ് ആൻഡ് ഒബ്സർവേഷൻ രണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ? നമ്മൾ ഹിയറിംഗ് ആൻഡ് ലിസണിങ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇറ്റ് ഇസ് സെയിം ആസ് വാച്ചിങ് ആൻഡ് ഒബ്സർവിങ്. ഹിയറിംഗ്, ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പലതും ശബ്ദങ്ങളും പുറത്തുള്ളത് കേൾക്കാം. ഫാൻ കറങ്ങുന്നത് കേൾക്കാം, താഴെ കുട്ടിയോട് സംസാരിക്കുന്നത് കേൾക്കാം, പിന്നെ അതുപോലെ തന്നെ കിച്ചണില് അമ്മ എന്തോ ചെയ്യണത് കേൾക്കാം, പുറത്തൂടെ വണ്ടി പോകുന്നത് കേൾക്കാം. ദാറ്റ്സ് ഓൾ ഹിയറിംഗ്. ഞാൻ അത് ശ്രദ്ധിക്കുന്നില്ല. വാട്ട് ഐ ആം ലിസണിങ് ഈസ് വാട്ട് യു പീപ്പിൾ ആർ സീയിങ്. നിങ്ങൾ പറയുന്നത് മാത്രമാണ് ഞാൻ കേൾക്കുന്നത്, ലിസൺ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് യൂസിങ് മൈ മൈൻഡ്, യൂസിങ് മൈ ഹാർട്ട്. ഓക്കെ, സോ അതാണ് ലിസണിങ് പറയുന്നത്. അതുപോലെ തന്നെ വാച്ചിങ് ആൻഡ് ഒബ്സർവിങ്. ഓക്കെ, ഞാനിപ്പോ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഐ ക്യാൻ സീ മെനി തിങ്സ്. അത് എന്റെ മനസ്സിൽ അത്ര ഇരിക്കണം എന്നില്ല. ബട്ട് നമ്മള് ഒരു കാര്യം കാണാനായിട്ട് പോകുന്നു, നമ്മൾക്കത് കാണണം. ഒരു ഫ്ലവർ ഷോയ്ക്ക് ഞാൻ പോവാണ്, ചുമ്മാ കണ്ടുപോകാനായിരിക്കില്ല എനിക്ക് അപ്പോ ഒരു താല്പര്യം. അവിടെ കീൻ ഒബ്സർവേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു മൂവി കാണാൻ ആഗ്രഹിച്ചു പോകുന്നു, കീൻ വാച്ചിങ് എ മൂവി നമ്മൾ പറയെങ്കിലും നമ്മൾ അതിങ്ങനെ ഉള്ളിലേക്ക് എടുക്കും. നല്ലൊരു മൂവി ആണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് കുറേ ദിവസം നമ്മളിൽ ഉണ്ടാകും അല്ലെ? ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുടെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആയിരിക്കും. അതായത് ചുമ്മാ കാണുകയല്ല, അത് ഉള്ളിലേക്ക് ത്രൂ ദ ഹാർട്ട് ഷീ ഷുഡ് ഒബ്സർവ് ഈച്ച് കിറ്റ്. നമ്മളുടെ ഐ ആണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു സെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വിഷൻ അതാണ് സെൻസ് യൂസ് ചെയ്യുന്നതെങ്കിലും ബട്ട് വി ഹാവ് ടു യൂസ് അവർ ഇന്റേണൽ സെൻസ്. ആ ഒരു ഹാർട്ടും കൂടെ നമ്മൾ യൂസ് ചെയ്യുക ഒബ്സർവ് ചെയ്യുമ്പോൾ. ഓക്കെ, ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാച്ചിങ് ആൻഡ് ഒബ്സർവിങ്, സെയിം ആസ് ഹിയറിംഗ് ആൻഡ് ലിസണിങ്. ഷീ ഷുഡ് ബി എ പ്രോഗ്രാമർ ആയിരിക്കണം. ആ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യണം. മോസ്റ്റ് പ്രോബബ്ലി ഏതെങ്കിലും CBSE സ്കൂളിലൊക്കെ മോണ്ടിസോറി കഴിഞ്ഞ ടീച്ചേഴ്സിന് ചെന്ന് കഴിഞ്ഞാല് അവിടെയുള്ള ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അവരെ ആർട്സ് റിലേറ്റഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കും. കാരണം ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയാം, ഷീ ക്യാൻ ഡു, ഷീ ഈസ് എ ക്രിയേറ്റർ, ഷീ ഈസ് എ പ്രോഗ്രാമർ. അത് അങ്ങനെയുള്ളവരായിരിക്കും മോണ്ടിസോറി ട്രെയിൻഡ് ആയിട്ടുള്ള ഫെസിലിറ്റേറ്റേഴ്സ്. ഇവാലുവേറ്റർ ആയിരിക്കണം, നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം, ബട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യണം. സപ്പോർട്ടർ ആയിരിക്കണം, ഒരു വാംത് സെക്യൂർ ഫീലിംഗ് കിഡ്സിന് ഉണ്ടായിരിക്കണം. നല്ലൊരു സ്റ്റെബിലിറ്റി, വളരെ സ്റ്റേബിൾ ആയിരിക്കണം. പിന്നെ ജഡ്ജ്മെന്റൽ ആക്സെപ്റ്റൻസ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ കമ്മ്യൂണിക്കേഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സെക്കൻഡ് ബാച്ചിൽ ഒരു കുട്ടി ഇന്റർവ്യൂവിന് വിളിച്ചിരുന്നു. അത് പോയ സമയത്ത് കുട്ടികളെല്ലാം തന്നെ ഇംഗ്ലീഷിൽ തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ആ സ്കൂളിലെ മുഴുവനും സ്റ്റുഡൻസും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോപ്പർ ആയിട്ട് തന്നെ പോകുന്നത്. ഇംഗ്ലീഷ് ക്ലാസ്സസ് വേറൊരു രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ നെക്സ്റ്റ് വീക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ അതൊന്ന് ഉറപ്പാക്കും. കുറച്ച് പ്ലാൻസ് ഒക്കെ സിലബസ് കണ്ടന്റ് അല്ലാതെയുള്ള പ്ലാൻസ് അതിൽ കൊണ്ടുവരണം എന്ന് വിചാരിക്കേണ്ടത്. നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേഷൻ പിന്നെ ഇന്റർപ്രറ്റർ. പലപ്പോഴും കുട്ടികളുടെ ആ ഒരു ലാംഗ്വേജ്, ആ ഒരു എനിക്കൊക്കെ ആ ഒരു സ്കൂളിൽ ചെന്നപ്പോ 3 years ഒക്കെ ഉള്ള കുട്ടികളുണ്ട്. അവരുടെ ആ ഒരു ഇത് മനസ്സിലാവുന്നില്ലായിരുന്നു, അവരുടെ പല സ്ലാങ്. ഓർത്തു ബുദ്ധിമുട്ടാവോ? സാറാണ് പറഞ്ഞത് വെയിറ്റ്, യു ക്യാൻ സീ ദ ചേഞ്ച് എന്ന് പറഞ്ഞു. കഴിഞ്ഞപ്പോ ഒരു 3 days ഒക്കെ കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലാവും അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ കുട്ടിയുടെ പ്രോഗ്രസ് അത് നമ്മൾ പാരന്റ്സിനെ ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. പാരന്റ്സ് മാത്രമല്ല, സ്കൂൾ സ്റ്റാഫ് അങ്ങനെ എല്ലാവരെയും ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. കുട്ടികളെ സ്റ്റിമുലേറ്റ് ട്രിഗർ ചെയ്യണം.
അവര് നല്ല രീതിയിൽ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് അവരെല്ലാം പെട്ടെന്ന് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ടൈമാണ് ഈ കിഡ്സിന്റെ ആ ഒരു ടൈം. ആ സമയത്ത് അവരങ്ങ് ഡള്ളാവോ ഡൗൺ ആവോ ആവരുത്, അവർ ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കണം. ആ രീതിയിൽ അവരെ ട്രിഗർ ചെയ്യണം with the materials through demonstration. Sometimes we can give the demonstration. Okay. പിന്നെ ലൈക്ക് നമ്മള് കുട്ടികളെ പല കാര്യങ്ങളും ചെയ്യിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പല രീതിയിലുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജസ് നടക്കുന്ന ഒരു പ്രായമാണെന്ന് പറഞ്ഞു. ബിഹേവിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആ ബിഹേവിയർ നല്ല രീതിയിൽ പ്രോപ്പറായി പോകുന്നതിന് ഈ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ഒരു സപ്പോർട്ട് കുട്ടികളിൽ വേണം. ആ ഒരു റിഫ്ലക്ഷൻ, ആ ഫെസിലിറ്റേറ്റർ എങ്ങനെയാണോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ആ ഒരു റിഫ്ലക്ഷൻ കുട്ടിയിലേക്ക് പോകും. അത് കുട്ടിയുടെ ബിഹേവിയറിനെ നല്ല രീതിയിൽ തന്നെ അത് പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഷി ഷുഡ് ബി കാം, അത്ര കാമായിരിക്കണം. കാരണം പേഷ്യൻസ്, നമ്മൾ പറഞ്ഞു നല്ല പേഷ്യൻസ് വേണം. അത് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിനും ആ ഒരു പേഷ്യൻസ് വേണമെന്നാണ് പറയുന്നത്. ഞാന് എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളില് ടീച്ചറുടെ പേര് പറയുന്നത് എന്നായിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു കേട്ടോ. അവർക്ക് ടിൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ കുട്ടികൾ അവിടെ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. ടീച്ചർ ചെറിയ ക്ലാസ് എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ് ആണ് ആ സമയത്തായിരുന്നു തോന്നുന്നു. ഒരു കുട്ടിയെ മാത്സ് എന്തോ തെറ്റിയതിന് സ്കെയിൽ എന്തോ വെച്ചിട്ട് അടിച്ചു. നേരെ കുട്ടിയുടെ കണ്ണിന്റെ ഭാഗത്ത്. പക്ഷെ ഒരു എന്താ പറയാ, അവർക്കൊരു ഭാവമാറ്റം ഉണ്ടായില്ല എന്നുള്ളതാണ്. ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അവരവിടുന്ന് ഫയർ ചെയ്തു, ആ സ്കൂളിൽ നിന്ന് വരെ പറഞ്ഞു വിട്ടു. ബട്ട് ഐ ഡോണ്ട് നോ വൈ ഷീ ഈസ് ഡൂയിങ് ലൈക്ക് ദാറ്റ്. അവരൊരു മദറാണ് ഓഫ് 2 kids. എന്തോ അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിച്ചതാണ്. അപ്പൊ ആ ഒരു കാംനെസ് നമ്മളുടെ ആ ഒരു, അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ യോഗ മെഡിറ്റേഷൻ അത് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ആ ഒരു കാംനെസ് വരണം. എന്ത് സംഭവിച്ചാലും നമ്മള് കുലുങ്ങില്ല എന്ന് പറയില്ലേ, നമ്മൾ അത്രയും ക്ഷമയോടുകൂടി അത് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ. പിന്നെ നല്ലൊരു ഗ്രേസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ, ഭയങ്കര മേക്കപ്പ് അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഗ്രേസ് ആയിരിക്കും, ഗ്രേസ് ഉണ്ടായിരിക്കണം. ഈവൻ വളരെ സിമ്പിൾ ഡ്രസ്സിൽ വരുന്നവരാണെങ്കിൽ കൂടി അവരുടെ ചില ആക്ഷൻസിൽ ഭയങ്കര ഒരു ഗ്രേസ് ഉണ്ടെന്ന് നമ്മൾ പറയില്ലേ. നല്ലൊരു ആ ഒരു നമ്മൾ ഭയങ്കര പ്ലീസിങ് ആയിരിക്കണം, നല്ലൊരു ഗ്രേസ് വേണം. ഈവൻ ഒരു റിതം വേണം സംസാരിക്കുന്നതിലും മൂവ്മെന്റ്സിലും ഒക്കെ ഒരു റിതം ഉണ്ടായിരിക്കണം. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നമ്മളുടെ വേ ഓഫ് ഒരു ടീച്ചിങ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ വേ ഓഫ് ഡൂയിങ് മെനി തിങ്സ് അല്ലെ, പല കാര്യങ്ങളും ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും ക്രിയേറ്റീവ് ആയിട്ട് അവനവനായിട്ട് ചെയ്യും. അപ്പൊ ഞാനിപ്പോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന്റെ പറഞ്ഞപ്പോ കുറേ സജഷൻസ്, കുറേ പേര് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വന്നു. ഇങ്ങനെ എന്നോട് ഒരാൾ ചോദിച്ചു, ഒരു സൈഡിൽ നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പോ ബാക്ക് സൈഡ് ബ്ലാങ്ക് ആണല്ലോ, അപ്പൊ സ്മോൾ ലെറ്റർ ബാക്കിൽ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ അത് ചോദിച്ചപ്പോഴേ ഞാനും ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, ബാക്ക് സൈഡ് ബ്ലാങ്ക് ആണല്ലോ, അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. വേറൊന്നുമല്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് അത് കഴിയുമ്പോഴാണ് നമ്മൾ സ്മോൾ ലെറ്റേഴ്സിലേക്ക് പോകുന്നത്. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല അല്ലെ. അപ്പൊ ഈ രണ്ടും ഒരുമിച്ചായി കഴിഞ്ഞാൽ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് മറിച്ചു നോക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ചില കുട്ടികൾ ഓക്കെ ആയിരിക്കും, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമായിരിക്കും. പക്ഷെ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വന്നാലോ എന്ന് ഞാനൊരു ഡൗട്ട് പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ യു ക്യാൻ യൂസ് ലൈക്ക് എ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിന്റെ ബാക്കിൽ A4 എന്തെങ്കിലും ഒരെണ്ണത്തിന്റെ പിക്ചർ കാണിക്കാം, അങ്ങനെ ചെയ്യാം. അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തോളൂ. എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നി, 2 ലെറ്ററും ഫ്രണ്ട് ആൻഡ് ബാക്കിൽ വരുമ്പോൾ കുട്ടി കൺഫ്യൂസ്ഡ് ആവും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നു, ഒരു സൈഡിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മൾ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് ഇടുക, മൂവബിൾ ആൽഫബറ്റ്സ് ആണല്ലോ, കുട്ടികൾക്ക് വന്നെടുത്ത് തന്നെത്താൻ അത് ചെയ്യാം. കുട്ടി വൺസ് തിരിച്ചു നോക്കുമ്പോൾ ഈ ബാക്ക് സൈഡ് അത് ആദ്യം ഫിംഗർ ഓടിച്ച ക്യാപിറ്റൽ എയും തിരിച്ചു നോക്കുമ്പോൾ വേറെ എന്തോ കാണുന്നു എന്നൊരു, ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമോ എന്ന് എനിക്കൊരു ഡൗട്ട്. അതിന് എന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആലോചിച്ച് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. എനിക്കതിങ്ങനെ ആലോചിച്ചപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നി.
ഓക്കെ, എനിവേ നല്ലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിച്ചത്. കാരണം എല്ലാം യൂസ് ചെയ്യാലോ, ബാക്ക് സൈഡ് ബ്ലാക്ക് ആണല്ലോ, അവിടെ എന്താ ചെയ്യാൻ പറ്റുക ചോദിച്ചത് നല്ലൊരു ഇതായിരുന്നു. അപ്പോഴാണ് ഞാനും ഇക്കാര്യം ചിന്തിച്ചത്. നെക്സ്റ്റ് വൺ, വർക്ക് സൈക്കിൾ. നെക്സ്റ്റ് വൺ, വർക്ക് സൈക്കിൾ ആൻഡ് പ്രോസസ് ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, ഇത് ഈ രണ്ട് ഫസ്റ്റ് പാരഗ്രാഫ് ചെറുതാണ്. ഈ രണ്ട് പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? Nice. A colleague of Montessori once said that Montessori looked at children much as a naturalist would look at bees. Montessori maintained throughout her life that her most important donation was the true discovery of the child. Our aim as a Montessori directress is to improve the whole personality of the child through motor, sensory, and intellectual activity. We want to observe to learn more about the child, about his specific needs, and the sensitive periods that the child goes through. This would empower us to help and direct him so that he is able to fulfill his full potential. So, actually Montessori technique unique ആണ്. ലൈക്ക് മോണ്ടിസോറിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഡിസ്കവറി ഓഫ് ദ ചൈൽഡ്. അവർ എഴുതിയൊരു ബുക്കാണ് കേട്ടോ. എനിക്ക് എന്റെ കയ്യിൽ അത് കോപ്പി ഉണ്ട്, എവിടെയാന്നൊരു പിടിയില്ല, ഇതിന്റെ ഇടയ്ക്ക് തപ്പിയെടുക്കണം. അപ്പോൾ മോണ്ടിസോറിയുടെ ഒരു കൊളീഗ് ആക്ച്വലി നമ്മൾ പറഞ്ഞു, ഒരു മോണ്ടിസോറി സ്കൂളില് ഡയറക്ടേഴ്സ് ഉണ്ടാവും, കൂടാതെ 3-4 ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടാവും, പിന്നെ കൂടാതെ അസിസ്റ്റന്റ്, ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള അസിസ്റ്റന്റ് അങ്ങനെ ഉണ്ടാവും. അല്ലാതെ ഒരു ടീച്ചർ തന്നെ ഒരു ഫെസിലിറ്റേറ്റർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ശരിക്കും ബീസ് എങ്ങനെയാ, കൂട്ടമായിട്ടാണ് അല്ലെ അവരെ ഗൈഡ് ചെയ്യാൻ. ക്യൂൺ ബി ഉണ്ടാവും. അങ്ങനെ ആ ഒരു നാച്ചുറൽ ആയിട്ട് അവരുടെ ബീസിന്റെ രീതികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഭയങ്കര ആയിട്ട് അതിശയം തോന്നും. കാരണം വെച്ചാൽ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തത്. അവിടെ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, പല പല ഗ്രൂപ്പുകളുണ്ട്, ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് അവിടെയുണ്ട്. മോണ്ടിസോറി ശരിക്കും നേച്ചറിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഇതുപോലുള്ള കാഴ്ചകളാണ്. അത് അനിമൽസിന്റെ കാര്യത്തിലാണെങ്കിൽ ചെറിയ ചെറിയ ജീവികളുടെ, ഇപ്പൊ ആൻസിന്റെ കാര്യം എടുത്താലും അവരും ഇതുപോലെ തന്നെയാണ്. അവർക്കും ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് ഉണ്ട്. അവരും ഗ്രൂപ്പായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു മെസ്സേജ് പാസ് ചെയ്യും, ഫോളോ ചെയ്യും, അങ്ങനെ കുറെ കാര്യം. അപ്പൊ അങ്ങനെ ഒരു നേച്ചറുമായിട്ട് കണക്ട് ചെയ്താണ് പല ആക്ടിവിറ്റീസും മോണ്ടിസോറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ലാതെ ഒരു എഴുതപ്പെട്ട കുറെ കാര്യങ്ങൾ, ഇത്ര മണിക്ക് ഇത് ചെയ്യണം, ഇത്ര മണിക്ക് അത് ചെയ്യണം, ആ ഒരു രീതിയിൽ അതല്ല ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കുട്ടികളുടെ ഓരോ ആക്ടിവിറ്റീസും മോണ്ടിസോറി പ്ലാൻ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. മരിയ മോണ്ടിസോറി അത് എല്ലാം ഡിസ്കവറി ഓഫ് ദ ചൈൽഡ്, കുറെ ഒബ്സർവേഷനിലൂടെയാണ് മോണ്ടിസോറി ഇത് മുഴുവൻ പ്രോഗ്രാം ചെയ്തത്. അപ്പൊ അത് അവരുടെ ബുക്കിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഡിസ്കവറി ഓഫ് ദ ചൈൽഡ്. നമ്മുടെ ഒരു ആക്ടിവിറ്റി ആണ് ശരിക്കും മോണ്ടിസോറി എഴുതിയ ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ച് റിവ്യൂ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ആ ബുക്ക് കിട്ടുവാണെങ്കിൽ അതിന്റെ മെയിൻ എന്തെങ്കിലും കണ്ടന്റ് ഫോട്ടോ എടുത്ത് ഞാൻ ഷെയർ ചെയ്യാം. നമുക്ക് ഓൺലൈൻ വായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കിൻഡൽ പോലുള്ള ആപ്പിലൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, ഓൺലൈനായിട്ട് വാങ്ങിക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റിയെന്ന് വരികയാണ്. ശരിക്കും കുട്ടികളുടെ എൻറ്റയർ പേഴ്സണാലിറ്റി ഇറ്റ് ഈസ് ചേഞ്ചിങ് ത്രൂ ദിസ് ലേണിംഗ് പ്രോസസ്. അത് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? മോട്ടോർ ആക്ടിവിറ്റീസ്, സെൻസോറി ആക്ടിവിറ്റി, അവരുടെ ഇന്റലക്ച്വൽ ആക്ടിവിറ്റി. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഈ 3 കാര്യങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്തായിരിക്കണം, അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം കൊടുക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും. ഒബ്സർവേഷൻ, വളരെ കോൺസെൻട്രേഷനോട് കൂടിയുള്ള ഒബ്സർവേഷൻ. സെൻസിറ്റീവ് പീരീഡ് ആണ് കുട്ടിയുടെ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മള് ബ്രീത്തിങ് പല രീതിയിൽ നമ്മൾ ബ്രീത്ത് ചെയ്യാറുണ്ടല്ലേ.
ചിലപ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ചെസ്റ്റിന്റെ ഭാഗത്തായിരിക്കും ആ ബ്രീത്ത് ഫീൽ ചെയ്യുക. ഒരാൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് അയാളുടെ ഏത് പോർഷനാണ് അനങ്ങുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രീത്തിങ് മനസ്സിലാവും. ചിലപ്പോൾ ഈ ഒരു പോർഷനായിരിക്കും. പക്ഷെ ബെല്ലി ബ്രീത്ത് വരും അല്ലെ, ബെല്ലി ബ്രത്ത് വരും, നമ്മളുടെ വയറിന്റെ ഭാഗം ബ്രീത്ത്. ഈ നമുക്ക് രണ്ട് അവസ്ഥ വരും, ഹാപ്പിനെസ്സും ഉണ്ടാകും, സാഡ് മൊമെന്റ്സും വരാം അല്ലെ. നമ്മൾ ഉറങ്ങാനായിട്ട് പോകുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളുടെ ഫേസിൽ അതിന്റെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബ്രീത്തിങ്ങിലും ആ വ്യത്യാസം കാണാനായിട്ട് പറ്റും. അതിപ്പം ഞാനിപ്പോ ഇന്നത്തെ ദിവസം കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചു. സോ എവറിത്തിങ് വെന്റ് വെൽ, എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. സോ ഐ എം വെരി ഹാപ്പി. ആൻഡ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി. ഇപ്പൊ ഇന്ന് ക്ലാസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് ഞാൻ വിചാരിച്ചതൊക്കെ എനിക്ക് പറയാൻ പറ്റി, ഷെയർ ചെയ്യാൻ പറ്റി. ക്ലാസ്സിൽ ഉദ്ദേശിച്ച പോലെ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി എന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങും. സോ എന്റെ ബ്രീത്തില് ആ ബ്രീത്തിൽ അത് മനസ്സിലാവും ഞാൻ ഹാപ്പിനെസ്സിനോടുകൂടി കിടന്നുറങ്ങുവാണെന്ന്. അതേസമയം ഒരു കൊച്ചുകുട്ടി വിചാരിച്ചു, കൊച്ചുകുട്ടി അമ്മ ഭയങ്കരമായിട്ട് എന്തോ കുസൃതി കാണിച്ചതിന് വഴക്ക് പറഞ്ഞു. കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. കുട്ടികൾക്ക് സങ്കടം വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ഏങ്ങലടി വരും അല്ലെ. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും വരും. വലിയ ആൾക്കാർ കുറെ സപ്രസ് ചെയ്യായിരിക്കും, പക്ഷെ കുട്ടിയിൽ ഇങ്ങനെ ആ കരച്ചിൽ നിന്നാലും ഇങ്ങനെ ആ ഒരു ശബ്ദം വരുമായിരിക്കും. അപ്പൊ ഈ കുട്ടി ആ സങ്കടത്തോടു കൂടെ പോയി കിടന്ന് ഉറങ്ങുമെന്ന് വിചാരിച്ചു. അപ്പൊ അവന്റെ ഉള്ളിൽ ഫുള്ള് ഉറക്കത്തിലും ഈ ഒരു ഇടയ്ക്ക് ഏങ്ങലടി കേൾക്കാം അല്ലെ. നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഉറങ്ങാൻ നേരത്ത് അത് മാറ്റി അവനെ ഹാപ്പി മൂഡിലാക്കിയിട്ട് വേണം അവനെ ഉറക്കാൻ. അല്ലെങ്കിൽ പിറ്റേന്ന് അമ്മയെ അല്ലെങ്കിൽ അവളെ പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ അവർ ഭയങ്കര ഡള്ളായിരിക്കും. അതേസമയം ഉറക്കത്തിന് മുമ്പ് ആ ഇഷ്യൂ ഒക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് അവന്റെ ഒപ്പം കുറച്ചു നേരമൊക്കെ കിടന്ന് തട്ടിയൊക്കെ കിടന്ന് അങ്ങനെ ആകുമ്പോൾ അവന്റെ ബ്രീത്ത് നോർമൽ ആയിരിക്കും. മറ്റേത് അവന്റെ ഒരു ബെല്ലി ബ്രീത്ത് വരുകയും ചെയ്യും, അതിന്റെ ഒപ്പം ഒരു ഏങ്ങലടിക്കുകയും. ഇതുപോലെ തന്നെയാണ് എല്ലാ സിറ്റുവേഷനും. നമ്മളിപ്പോ ക്ലാസ്സിൽ ചെല്ലുന്നു, ഭയങ്കര നോട്ടി ആയിട്ടൊരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ അവനെ ഭയങ്കരമായിട്ട് അവനോട് വഴക്കുണ്ടാക്കുകയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്തെങ്കിലും പണിഷ്മെന്റ് അല്ലെങ്കിൽ അവന്റെ നേരെ അവന്റെ പേര് വിളിച്ച് ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അത് നമ്മൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ പോകുന്നു. പക്ഷെ ആ കുട്ടി ആ ഒരു ഇതുമായിട്ടല്ലേ പോകുന്നത്. ചിലപ്പോ നമ്മളുടെ ഉള്ളിലും ആ ഒരു ഹെവിനെസ് ഉണ്ടാകാം, കുട്ടിയിലും ഒരു ഹെവിനെസ് ഉണ്ടാകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ആ ക്ലാസ് തീരുന്നതിന് മുമ്പ് തന്നെ ഹെവിനെസ് ഇല്ലാതാക്കിയിട്ട് വേണം കുട്ടിയെ വിടാനായിട്ട്. കൊടുങ്ങല്ലൂര് നടന്നൊരു കഥ. കൊറോണയ്ക്ക് ശേഷം എന്തോ ഓണം വെക്കേഷൻ തുടങ്ങുന്നതിന്റെ തലയിൽ ആ സ്കൂൾ ക്ലോസ് ചെയ്യുന്നത് അന്ന് ഒരു കുട്ടി എന്തോ ഒരു കുസൃതി എന്തോ ഒപ്പിച്ചു. ടീച്ചർ അവനെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. വെക്കേഷൻ കഴിഞ്ഞ് നീ വരുമ്പോ അതിനെ കണ്ടോളാം അങ്ങനെ ഒരു സെന്റൻസും കൂടെ പറഞ്ഞിട്ടാണ് അന്ന് സ്കൂൾ അടയ്ക്കുക. ഇത് മനസ്സിൽ വെച്ച് കുട്ടി ഇങ്ങനെ വരുക വീട്ടിലേക്ക്. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞു, ക്ലാസ്സിൽ പോകേണ്ട ദിവസം. വീട്ടുകാരൊന്നും അറിഞ്ഞില്ല ഈ 10 days ഇവന്റെ ഉള്ളിൽ ഈ ഹെവിനെസ്. ക്ലാസ്സിൽ പോകേണ്ട ദിവസമായിരുന്നു, പക്ഷെ സ്കൂളിൽ പോകാനൊന്നും റെഡി ആയിട്ടൊന്നുമില്ല. അമ്മ ചോദിച്ചു, നീ എന്താ സ്കൂളിൽ പോകാൻ റെഡി ആകാത്തെന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല. അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടതാണ്. ബാത്റൂമിലേക്ക് കയറി കുറെ നേരമായിട്ട് കാണാതെ നിന്നപ്പോ തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല. അവൻ എങ്ങനെയൊക്കെയോ ഇടിച്ചു തുറന്നപ്പോ ഇവൻ സൂസൈഡ് ചെയ്തേക്കുവാണ്, ഹാങ് ചെയ്തേക്കും. അവിടെ ആ ഒരു ടീച്ചർ അവനെ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഫുൾ ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ടാണ് അവൻ ആ 10 days അതവിടെ പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്ത് അതങ്ങ് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ അതാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുറെ കുട്ടികളെയാണ്. സെൻസിറ്റീവ് പീരീഡ് ആണ് അവരുടെ ഡെവലപ്മെന്റിന്റെ. സോ വി ഹാവ് ടു ടേക്ക് മോർ കെയർ. നമ്മളുടെ ഒരു കെയറിലിരിക്കും കാര്യങ്ങളെല്ലാം. ഓക്കെ, നമ്മളുടെ ആ ഒരു കെയർ അവിടെ നല്ല രീതിയിൽ തന്നെ വേണം. നിങ്ങളോട് ഷെയർ ചെയ്തൊന്നും അറിയില്ല, ഞാൻ ചെയ്യുന്നൊരു പ്രോഗ്രാമിൽ ഒരു കുട്ടി സ്കൂളിൽ വെച്ച് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. വെയിൻ കട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. കുട്ടിയുടെ ഫാദർ യൂസ് ചെയ്തിരുന്ന ബ്ലേഡ് ആയിരുന്നു, റേസറിന്റെ ഉള്ളിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ബ്ലേഡ് ഉണ്ടല്ലോ, ആ ബ്ലേഡ് എടുത്ത് അത് സ്കൂളിൽ വെച്ച് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നിങ്ങനെ. ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല, ഞാൻ എവരി ഫ്രൈഡേ ആണ് പോകുന്നത്. ആക്ച്വലി ആ സമയത്ത് ടീച്ചർ കണ്ടു, ടീച്ചർ കയറി കയ്യിൽ പിടിച്ചു. തൊട്ടപ്പുറത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, പെട്ടെന്ന് അവിടേക്ക് പോകും.
വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. യൂസ് ചെയ്ത ബ്ലേഡ് ആയതുകൊണ്ട് വലിയ മൂർച്ചയുണ്ടായില്ല. അത് അവിടെ കാരണം അമ്മ വഴക്ക് പറഞ്ഞു. വെക്കേഷൻ ടൈമിൽ ആ കുട്ടിയുടെ ഫാദർ സൂയിസൈഡ് ചെയ്തു. ആ ഒരു പ്രശ്നമുണ്ട്. ഭയങ്കരമായിട്ട് മകളെ പാമ്പർ ചെയ്താണ് ഫാദർ നടത്തിയത്. അപ്പം അച്ഛനില്ല. ആ ഒരു ഇഷ്യൂ ഉണ്ട്. മൊബൈലിന്റെ ഒരു ചെറിയ ഇഷ്യൂ ആയിരുന്നു. മൊബൈലിന്റെ ചെറിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കുട്ടി ഏജിനേക്കാൾ കൂടുതൽ മെച്ചുവർ ആണ്. കാരണം അതിനറിയാം, അത് മൊബൈൽ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. പിന്നെ പഠിക്കാൻ മിടുക്കി, ബാക്കി കാര്യങ്ങൾ കുക്കിംഗ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മിടുക്കിയാണ്. ഫാദർ മരിച്ചതോടുകൂടി ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആണ്. അപ്പം ഫാദർ മരിച്ചതോടുകൂടി ഉമ്മയ്ക്ക് പ്രഷറായി. കുട്ടികളുടെ കാര്യം നോക്കുന്നുള്ളൂ. മറ്റേത് അവർ കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു. അപ്പോ ഫാദർ മൊബൈലൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ഒന്നും അവരുടെ അതിന്റെ മൊബൈലിൽ നിന്ന് കാണാനില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സുന്ദരി കുട്ടിയായിരുന്നു. ആൺകുട്ടികളൊക്കെ പുറകിലാണ്. പക്ഷെ അതുപോലും ആ കുട്ടിയെ ഒട്ടും ഡിസ്ട്രാക്ട് ചെയ്തിട്ടില്ല. നമ്മുടെ പ്രോഗ്രാമിലെ ബോയ്സ് ആണെങ്കിൽ അത് എന്റെ അടുത്ത് വന്ന് പറയും. നമ്മൾ ആ ബോയ്സിനെ വിളിച്ച് കാര്യമായിട്ട് പറയും ഇനി അങ്ങനെ ചെയ്യാൻ. അപ്പൊ അവര് അങ്ങനെ പുറകെ നടക്കലൊന്നുമില്ല. പക്ഷെ പോകുന്ന വഴിയിലൊക്കെ ഭയങ്കര ശല്യാണ് ബോയ്സിന്റെ. അതുകൊണ്ട് അച്ഛന് സംശയമായിരുന്നു. ടീനേജ് ആയപ്പോ എന്തെങ്കിലും ഒക്കെ റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഈ മൊബൈൽ ചെക്ക് ചെയ്യുന്നത്. ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോ അമ്മയുടെ ബ്രദേഴ്സ് ആണല്ലോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേക്കണേ. വെക്കേഷനിലൊക്കെയാണ് അവരെ കാണുള്ളൂ. അപ്പൊ ഒരു മുൻകരുതൽ പോലെ ആ കൊച്ചു പറഞ്ഞു വെക്കേഷന് നാട്ടിൽ പോകുമ്പോ ഉമ്മ ആ മൊബൈൽ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചേക്കണം. പക്ഷെ അവര് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കൂൾ ഗ്രൂപ്പൊക്കെ ഉള്ളപ്പോ എല്ലാവരുടെയും നമ്പർ എല്ലാവർക്കും അറിയാലോ. ബോയ്സ് ആരെങ്കിലും ഒരു കുസൃതി കാണിച്ചാൽ പോരെ കൊച്ചിനെ അവര് വഴക്ക് പറയും. ഇതായിട്ടൊന്നും ചെയ്യണമെന്നില്ലല്ലോ. അപ്പൊ അത് കാരണം അങ്ങനെ പറഞ്ഞപ്പോ ഉമ്മയ്ക്ക് അത് സംശയമായി. അപ്പൊ ഉമ്മയ്ക്ക് ഫാദർ ഇല്ലാത്തതിന്റെ സ്ട്രെസ്സും ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞത് കഴിയുമ്പോ എന്തോ പറഞ്ഞങ്ങ് വഴക്ക് പറഞ്ഞു. കള്ളത്തരാണോന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. പക്ഷെ ഈ കുട്ടി ഉദ്ദേശിച്ചത് വിഷയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതായിരുന്നു. അതൊക്കെ നോക്കി ആൾക്ക് ഭയങ്കര സങ്കടമായി. ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഈ ബ്ലേഡും കയ്യിൽ പിടിച്ച് സ്കൂളിലേക്ക് വന്നു. സ്കൂളിൽ വെച്ച് ഇങ്ങനെ കാര്യം ചെയ്തു. ഇത് ഞാൻ അറിയുന്നത് നമ്മൾ ആകെ വീക്ക്ലി വൺസ് അല്ലേ പോകുന്നത്. പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ അതിന്റെ പിറ്റേ ദിവസം അവധിയായിരുന്നു. പിറ്റേ ദിവസം തന്നെ എന്റെ വീട്ടിൽ പോയി പിന്നെ ഓക്കെയാണ്, ഭയങ്കര കൂളാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ സംഭവിച്ചു പോയത്. പിന്നെ നമ്മൾ അതിനുള്ള ആക്ടിവിറ്റീസ് അതിന് കൊടുത്ത് അതിനെ എൻഗേജ് ചെയ്യിച്ചു കൊണ്ടുപോയി. അപ്പൊ ആള് വളരെ പ്ലേസിംഗ് ആണ്. ഭയങ്കര കുഴപ്പമൊന്നുമില്ല. അധികം ആരും അറിഞ്ഞില്ല കേസ്. സ്കൂളിൽ അധികം ആരും അറിഞ്ഞില്ല അതിന്റെ പ്രശ്നം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മിൽ അത് സോർട്ട് ഔട്ട് ചെയ്തില്ല. അതിങ്ങനെ ഉള്ളിൽ കിടന്നു ഭയങ്കര ഹെവിനെസ് ആയി. അതിന് പിന്നെ ടീനേജും ആണല്ലോ, ആ ഒരു നീ ലൈഫ് വേണ്ട എന്നുള്ളൊരു ചിന്തയിലേക്ക് പോയി. അവിടെ അത് തന്നെയാണ് ആ കൊടുങ്ങല്ലൂരുള്ള കൊച്ചിന് സംഭവിച്ചത്. സോ വൺസ് നമ്മൾ പറയുന്ന കാര്യം അവർക്ക് ഉണ്ടാക്കുന്ന ആ ഒരു അവരെ ഹേർട്ട് ചെയ്യുന്നത് എത്രത്തോളം ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് വേണം നമ്മളുടെ ഓരോ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. സോ മറിയ മോണ്ടിസോറി നല്ല രീതിയിൽ തന്നെ ഒബ്സർവ് ചെയ്തു. അങ്ങനെ ആണ് അവരുടെ ആ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എന്നുള്ളത് അവർ എഴുതിയത്. ഓക്കെ, സെൻസിറ്റീവ് പീരീഡ് ആണ്. അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ്. 3 ലെവൽസിൽ മോട്ടോർ, സെൻസറി, ഇന്റലക്ച്വൽ. അപ്പൊ ആ രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് ഇനി പ്ലീസ്. നെക്സ്റ്റ് 2 പാരഗ്രാഫ് ആരെങ്കിലും വായിക്കോ? Ma'am, ഞാൻ വായിക്കാം. Okay, please. The directress does not have a need for words of energy or severity, but she must be able to make frugal observation to assist a child by going up to him or withdrawing from him and not interacting with him when we are doing the observation. By observing him, we see what inspires him and where his interests lie. We learn to understand his emotions and feelings and why he behaves as such. The directress observes much. She is but mentally active in her observation. It is very important to stand back away from the child and not to permit
the child to rely on the directress, but to become an independent individual person. ഡയറക്ടേഴ്സ് കമ്മ്യൂണിക്കേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ബട്ട് ഒബ്സർവേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഭയങ്കരമായിട്ട് വേർഡ്സ് വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ, കൂടുതൽ കമ്മ്യൂണിക്കേഷൻ അല്ല, അവിടെ ഒബ്സർവേഷൻ ആണ്. കുട്ടിയെ അസിസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എവിടെയെങ്കിലും അവനൊന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ മുന്നിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഡയറക്ടേഴ്സിന് ഡ്യൂട്ടി. അവിടെ വേർഡ്സ് യൂസ് ചെയ്യേണ്ട. ഭയങ്കര ഇതിപ്പോ പേര് ചില ക്ലാസ്സിൽ ഇങ്ങനെ പറയണേക്കാം, അവരുടെ പേര് വിളിച്ച് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേടിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ചില ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യുന്ന കാണാറില്ല. പേര് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഓർഡർ കൊടുക്കും. സോ അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യൂ. ഭയങ്കര എനർജറ്റിക് ആയിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ പറയേണ്ടത് ആവശ്യമില്ല. ബട്ട് ഷീ മസ്റ്റ് ബി എ ഗുഡ് ഒബ്സർവർ. കുട്ടിയെ അസിസ്റ്റ് ചെയ്യണം, അവനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അസിസ്റ്റ് ചെയ്യണം. ഓൾവേസ് കീപ് ഹിം ടു ഗോ, ആ രീതിയിൽ അസിസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇന്ററാക്ഷന് ശ്രമിക്കരുത്. അവനൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവേഷൻ മാത്രം. ആക്ടിവിറ്റിയിൽ അവൻ എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മുടെ സപ്പോർട്ട് വേണ്ട ഒരു ഇൻസിഡന്റ് വരുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് അവിടെ ഇന്ററാക്ഷൻ ആവശ്യം. പിന്നെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, എന്താ പറയാ, ഒരു നോൺ വെർബൽ ക്യൂസ്, അതായത് ഇപ്പൊ ഒരാൾ സംസാരിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം കൈ ഇങ്ങനെ എടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണാം അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഈ കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവന്റെ ബോഡി ലാംഗ്വേജിന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഭയങ്കര ടെൻഷനിൽ ഇരിക്കുവാണെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂട്ടി തിരുമോ, ഇങ്ങനെ പിടിക്കുവോ, അല്ലെങ്കിൽ പതുക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ കയ്യിൽ, നമ്മളുടെ ഈ ഫേഷ്യൽ കുറെ മസിൽസ് ഉണ്ട്. ഈ ഫേഷ്യൽ മസിൽസിനെല്ലാം ഭയങ്കര ചേഞ്ചസ് വരും. നമ്മൾ ടെൻഷനിലാവുമ്പോൾ, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമ്പോഴും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഫേഷ്യൽ മസിൽസ്, അങ്ങനെ അതിലൊക്കെ ചേഞ്ചസ് വരും. ചിലർ സംസാരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ അവർക്ക് ഈ ടിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ തെളിഞ്ഞു വരും. പിന്നെ ഈ ഒരു ഭാഗം നല്ല റെഡ് ആയിരിക്കും, ഭയങ്കരമായിട്ട് അവർ ബ്ലഷ് ചെയ്യും, ഭയങ്കര രസമായിട്ട് ഇരിക്കുന്ന, നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്ത്. അതേസമയം എന്തൊരു സങ്കടം വരുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട്, മസിൽസ് ഒക്കെ അങ്ങോട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് കണ്ണൊക്കെ ഒരുമാതിരി വന്ന് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ നമുക്ക് എപ്പോഴും നോൺ വെർബൽ ക്യൂസിൽ നിന്ന് തന്നെ, ഈ ഒബ്സർവേഷനിലാട്ടോ ഈ നോൺ വെർബൽ ക്യൂസ് മനസ്സിലാവുള്ളൂ. ഈ നോൺ വെർബൽ ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു കാര്യം സംസാരിക്കുമ്പോൾ, ഇപ്പൊ ഞാനൊരു ഇൻസിഡന്റ് പറഞ്ഞു, കൊടുങ്ങല്ലൂരിലെ ഇൻസിഡന്റ്, ലാസ്റ്റ് ടൈമില് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നിന്ന കാര്യം. അപ്പൊ ഞാൻ പറയുമ്പോൾ ഞാൻ ആ ഒരു കാര്യത്തിന്റെ സീരിയസ്നെസ്സോട് കൂടെ ഞാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ആ ഫീല് മനസ്സിലാവും. അതുപോലെ തന്നെ എന്റെ ഫേസിൽ നിന്നും, എന്റെ ശബ്ദത്തിന്റെ ടോണിൽ നിന്നും, പിന്നെ ചിലപ്പോൾ ഞാൻ കൈയെടുക്കുന്നതിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാളെ ഒബ്സർവ് ചെയ്യുമ്പോൾ അയാളുടെ സംസാരിക്കാത്ത ചില എക്സ്പ്രഷൻസ്, അതാണ് നോൺ വെർബൽ ക്യൂസ്. കണ്ണിന്റെ ഭാഗം, പിന്നെ ഫേസിന്റെ ഈ ഒരു ഭാഗം, പിന്നെ ചുണ്ട് ചില സമയത്ത് സങ്കടമാണെങ്കിൽ ചുണ്ടിങ്ങനെ വിതുമ്പുന്ന പോലെ ഫീൽ ചെയ്യും, കണ്ണിങ്ങനെ വെള്ളം നിറയണ പോലെ ഫീൽ ചെയ്യും, അങ്ങനെയൊക്കെ. അപ്പൊ ആ നോൺ വെർബൽ ക്യൂസ് ഒബ്സർവേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കും. അതിന് ഹിപ്നോട്ടൈസ് ചെയ്യണമെന്നില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. എനിക്ക് കുട്ടി നല്ല ആക്റ്റീവായിട്ട് ചെയ്യുവാണെങ്കിൽ ഈസ് വെരി ഹാപ്പി, ലെറ്റ് ഹിം ഡു എന്ന് വിചാരിക്കാം. അതേസമയം വീട്ടിൽ നിന്ന് അവന് അമ്മയുടെ കയ്യിൽ തല്ലി കിട്ടിയിട്ട് വന്നു വിചാരിക്കാം, അവനാകെ അത് വിഷമിച്ചാണ് സ്കൂളിലേക്ക് വരുന്നത്. സോ you won't do that activity in much energy. ആ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവന്റെ മനസ്സ് വേറെ വരടുത്തായിരിക്കും. ഇത് കൊച്ചുകുട്ടികളിൽ മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാരിലും നമുക്ക് നോക്കാം. പിന്നെ അവരെ മണിക്കൂർ, അരമണിക്കൂറോ 30 മിനിറ്റോ 10 മിനിറ്റോ ഹിപ്നോട്ടൈസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോഴേക്കും അത് ക്ലിയർ ആവും. എന്തോ ഒരു ചിലപ്പോൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ്, അവരുടെ ശബ്ദത്തിന്റെ ടോൺ മാറുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഫേസ് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ ഷാബി ആയിട്ട് ഡ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് മനസ്സിലായി, നമ്മൾ പോയി സംസാരിക്കാറില്ലേ, അത് തന്നെ ആണ് ഗുഡ് ഒബ്സർവേഷനിലൂടെ നമുക്കത് മനസ്സിലാകും. ഈ നോൺ വെർബൽ ക്യൂസ് നിങ്ങൾ മനസ്സിലാക്കുക. അത് കുട്ടികളുടെ കാര്യത്തിലായാലും
വലിയ ആൾക്കാരുടെ കാര്യത്തിലായാലും നമുക്കത് പേഴ്സണൽ ലൈഫിൽ നല്ലപോലെ നമുക്കത് എഫക്റ്റീവ് ആണ്. നമ്മളുടെ മക്കളാണെങ്കിലും സ്കൂളിൽ നിന്ന് വൈകിട്ട് വരുമ്പോൾ ജസ്റ്റ് അതിനൊന്ന് ഒബ്സർവ് ചെയ്യും. ലൈഫ് പാർട്ട്ണർ ഓഫീസിൽ നിന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് അവരിപ്പോ റെസ്റ്റ് ലൈഫ് ഒക്കെയുള്ള പാരന്റ്സ് ഉണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിലേക്ക്, അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും അവരുടെ രീതികളിൽ മാറ്റം വരുമ്പോൾ അവരുടെ ആ ഒരു എക്സ്പ്രഷൻ, അവരുടെ ഫേസിൽ നിന്നും എല്ലാം നമുക്കത് മനസ്സിലാവും. സോ അതിനനുസരിച്ച് ഇന്റർവ്യൂൻ ചെയ്യേണ്ട ഭാഗങ്ങളിൽ ഇന്റർവ്യൂൻ ചെയ്യാം. ഓക്കെ, ബൈ ഒബ്സർവിംഗും നമുക്ക് മനസ്സിലാവും എന്താണ് അവനെ ഇൻസ്പയർ ചെയ്യുന്നത്, ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവനെ എന്താണ് ഇൻസ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലാകും, അവന്റെ ഇൻട്രസ്റ്റ് എവിടെയാണെന്ന് മനസ്സിലാവും. ഇമോഷൻസും ഫീലിങ്സും എവറിത്തിങ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. So our observation, directors should be mentally active. That is, good concentration should be there. So എപ്പോഴും കുട്ടിയിൽ നിന്ന് കുട്ടി നമ്മളെ ശ്രദ്ധിക്കാതിരിക്കണം. നമ്മൾ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുവാണെന്നുള്ളതും കുട്ടിക്ക് മനസ്സിലാവരുത്. ലെറ്റ് ഹിം ഡു ഹിസ് ആക്ടിവിറ്റി. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ വി ഹാവ് ടു സ്റ്റാൻഡ് ബാക്ക് അവേ ഫ്രം ദി കിഡ്. അത് അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിട്ട് മാറും. സോ നെക്സ്റ്റ് 2 paragraphs. ലാസ്റ്റ് കഴിഞ്ഞു, ആ ചാപ്റ്റർ കഴിയാണ്. One way to make a close observation of the child is to have a daily and consist work cycle chart over reasonable length of time. Say about 6 months of a year, we should try to work at 3-hour work cycle and refrain from interrupting the child. It is important not to stop the child every hour to change the activity, as this might interrupt his momentum, train of thoughts and disturb him when he is at his optimum work time. The child should be left to himself when he is undergoing false fatigue. That is a point when he gets very restive. There is no need for us to come to the rescue of the child to settle himself down and resume that activity of work when he is ready. A child is usually able to back and start a new own activity or resume his activity with a കാണുന്നില്ല. Resume his activity with a broad level of concentration. When he is able to do this, we say he is normalized. We already discussed normalization and deviation, right? In a class, there is a group of children. കുറേ കുട്ടികൾ ഉണ്ടാവും, എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. Some will take time, some will take days. Some of the kids will repeat the same activity. Some of the kids won't come and do the activity. ചിലർ ഭയങ്കര വീക്ക് ആയിരിക്കും. സോ വി ഹാവ് ടു മേക്ക് ദം നോർമൽ ആക്കുക എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന നോർമൽ ആ ഒരു നോർമൽ അല്ല കേട്ടോ. നമ്മൾ ഓൾറെഡി നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനിൽ പറഞ്ഞു. ചില കുട്ടികൾ ഡീവിയേറ്റ് ചെയ്ത് പോകും. അവരെ നമ്മൾ ആ ആക്ടിവിറ്റി ചെയ്യുന്ന രീതിയിൽ അവരെ കൂടുതൽ ആക്റ്റീവ് ആകണം, ആക്ടിവിറ്റീസ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കുന്നതിനെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ദിസ് മേ ടേക്ക് മന്ത്സ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ആവില്ല. നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ദിസ് മേ ടേക്ക് മന്ത്സ് എന്നുള്ളത്. ഓക്കെ, ക്ലോസ് ഒബ്സർവേഷൻ. നമ്മൾക്കൊരു വർക്ക് സൈക്കിൾ സെലക്ട് ചെയ്യാം. ഒരു ദിവസം എത്ര നേരം, അത് നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. സംടൈംസ് വി നീഡ് എക്സ്ട്രാ ടൈം.
3 hours എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 4 hours ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങൾ വരാം. ചിലപ്പോൾ 2 hours മതിയാകും. അത് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് എൻവയോൺമെന്റ് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ആക്ടിവിറ്റി ഓഫ് ദ കിഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ 3 ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ട്, ഒരു 30 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 10 സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പിന് ഒരു ഡയറക്ടർസ്, മെയിൻ ഡയറക്ടർസ് 10 സ്റ്റുഡൻസിന് ഒരു ഫെസിലിറ്റേറ്റർ കൊടുത്തു, അനദർ 10 സ്റ്റുഡൻസിന് വേറൊരു ഫെസിലിറ്റേറ്റർ, തേർഡ് ഫെസിലിറ്റേറ്ററിന് ബാക്കി 10 സ്റ്റുഡൻസ്. അപ്പം ഇപ്പം നമ്മളുടെ ഗ്രൂപ്പില് 3 പേരാ പോകുന്നത് വിചാരിച്ചു, ജ്യോതി, ആൽഫ, അങ്ങനെയുള്ള രേഷ്മ. നിങ്ങൾ 3 പേരാണ് ഫെസിലിറ്റേറ്റർ എന്ന് വിചാരിക്കുക. ജ്യോതി ആ 10 സ്റ്റുഡൻസിനെ ഒബ്സർവ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ മെയിൻ ഡയറക്ടർസ്, നിങ്ങൾക്ക് സഫിയാണ് നിങ്ങളുടെ ഡയറക്ടർസ് വിചാരിക്കുക. സഫിയ പറയുന്നു ഈ 10 പേരെ ജ്യോതി നോക്കും, 10 പേര് അങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കും. ആൽഫ, രേഷ്മ, അങ്ങനെ 3 പേര് നോക്കും. നമ്മൾ ആ 10 സ്റ്റുഡൻസിനെയാണ് നോക്കുന്നത്. അപ്പൊ തലേ ദിവസം ക്ലാസ് കഴിയുന്നതിന് തൊട്ട് മുമ്പ് ഡയറക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻ തന്നു, നെക്സ്റ്റ് ഡേ ഈ 10 പേരെ അങ്ങനെയുള്ള രീതി തന്നു. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുക. നമ്മൾ ഓൾറെഡി ഈ കുട്ടികളുമായിട്ട് ഫെമിലറൈസ്ഡ് ആണെന്ന് വിചാരിക്കുക. സോ നമുക്കറിയാം ആ ഓരോ കുട്ടിയും ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ രീതി. ജ്യോതി പ്ലാൻ ചെയ്യുക, ഓക്കെ I will plan my work cycle like this. I will observe them for 3 hours. രേഷ്മയ്ക്ക് തോന്നുവാണ് ഈ കുട്ടികളെ എനിക്കറിയാം, അവരുടെ രീതികൾ മനസ്സിലായി, സോ 2 hours is enough for observation. ആൽഫയ്ക്ക് തോന്നുക 3 hours is not enough, so I have to do 4 hours of observation. ആ രീതിയിൽ പ്ലാൻ ചെയ്ത് വർക്ക് സൈക്കിളൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങൾ വരുന്നു, നിങ്ങൾ ആ ഗ്രൂപ്പിനെ ഒബ്സർവ് ചെയ്യും. ബട്ട് സംടൈംസ് ചിലപ്പോ ജ്യോതി 3 hours പ്ലാൻ ചെയ്തു, പക്ഷെ 2 hours മതിയായി, ജ്യോതി ഹാപ്പിയായി, ഇനി കൂടുതലൊന്നും അവിടെ ചെയ്യാനില്ല. ഇന്ററാക്ട് ചെയ്യേണ്ടതും ഇന്റർവീൻ ചെയ്യേണ്ടതുമായിട്ടൊരു സിറ്റുവേഷൻ വന്നപ്പോ ജ്യോതി അവിടെ ആ കാര്യം അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തു, അവരെ അസിസ്റ്റ് ചെയ്തു. സോ രേഷ്മ ചെയ്യുന്നു രേഷ്മയുടെ ജോലി, ആൽഫയും അതുപോലെ ചെയ്തു. അപ്പൊ അത് നമ്മളെ വർക്ക് സൈക്കിൾ പ്ലാൻ ചെയ്യുക. അതൊരു 3 hour വർക്ക് സൈക്കിൾ ആകാം, ബട്ട് ഇറ്റ് മേ ചേഞ്ച്. പക്ഷെ എന്ന് കരുതിയിട്ട് 3 hours ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അപ്പൊ 3 hour കറക്റ്റ് കഴിയുമ്പോഴേക്കും കുട്ടിയെ സ്റ്റോപ്പ് ചെയ്യാം, കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കാം, അവനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം എന്ന് വിചാരിക്കരുത്. ഹി വിൽ ബി ബിസി ഇൻ ഡൂയിങ് ദാറ്റ് ആക്ടിവിറ്റി ആൻഡ് ഹി മേ ബി വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ അത് അവിടെ അവനൊരു ബ്രേക്ക് വരുക. കാരണം ആ ഓരോ ഇൻസ്റ്റന്റും അവന്റെ ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ്, നമ്മൾ അതിന് ബ്രേക്ക് ആവരുത്. ഓക്കെ, അത് നിങ്ങൾക്ക് ആ ഒരു എൻവയോൺമെന്റിൽ ചെല്ലുമ്പോൾ അത് കറക്റ്റ് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ അവന്റെ ആ ഒരു മൊമെന്റം, അവനൊരു ഇപ്പൊ ഒരാള് നല്ല രസമായിട്ട് പാടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു, നമ്മൾ അതിന്റെ ഇടയ്ക്ക് കയറി വല്ലതും പറയുമ്പോഴേക്കും അവിടെ ഒരു ഇന്ററപ്ഷൻ നടക്കുമല്ലേ. അപ്പൊ നല്ല ഫ്ലോയിൽ പോയ ആളായിരിക്കും അവിടെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഈ ചീട്ടുകൊട്ടാരൊക്കെ ഉണ്ടാക്കില്ലേ, ഭയങ്കര കോൺസെൻട്രേഷനോടുകൂടി ഉണ്ടാക്കും, പെട്ടെന്ന് ഒരാൾ വന്ന് ഫാൻ എടുക്കും, അതങ്ങനെ കാറ്റത്ത് പോകില്ലേ. ആ ഒരു സിറ്റുവേഷൻ ആണ് അവിടെയും വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, 3 hours ആണ്. അപ്പൊ 3 hours കഴിഞ്ഞ് ഓടിപ്പോയി അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. യു ഹാവ് ടു ഒബ്സർവ് വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് ഹൗ ദേ ആർ ഡൂയിങ്. They are keeping any momentum or they may be interested in something, so don't disturb them. അത് നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം. കാരണം ഒത്തിരി തോട്ട് പ്രോസസ് നടക്കുക അവരുടെ ഈ തോട്ട് പ്രോസസ്, ബ്രെയിൻ ഡെവലപ്മെന്റ്, അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, പിന്നെ അവരെന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ അവരുടെ മോട്ടർ ഡെവലപ്മെന്റ്, അവരുടെ സെൻസറി മൂവ്മെന്റ്സ് എല്ലാം നടക്കുന്ന സമയമാണ്. നമ്മളവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. സംടൈംസ് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ഇവര് മേ ബി വെന്റ് ഇൻ ടു ടെൻസ്ഡ്. അവർക്കൊരു ടെൻഷൻ പോലെ വരാം, അതാണ് റെസ്റ്റീവ് എന്ന് പറയുന്നത്. അവരൊരു ടെൻഷനിലേക്ക് പോവാം, ഭയങ്കര നെർവസ് പോലെയോ അങ്ങനെയൊക്കെ ആവാം. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളത് ഒബ്സർവ് ചെയ്യാം. അങ്ങനെ വരുമ്പോ അവരത് മാനേജ് ചെയ്യണം. നമ്മള് പറയാറില്ലേ, കുട്ടികൾ തന്നെ കാര്യങ്ങൾ ചെയ്യണം, എന്ത് നമ്മൾ പാമ്പർ ചെയ്ത്. ഞാൻ ആ ഒരു പാമ്പറിങ്ങിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. 9th സ്റ്റാൻഡേർഡിലെ ഒരു കൊച്ചിന് പരിപ്പൂടെ ഇങ്ങനെ പിച്ചി വെച്ചു കൊടുക്കുന്നതാണ്ടോ അതിന്റെ അമ്മയും അമ്മാമ്മയും കൂടിയിട്ട്. അപ്പൊ അവര് ലെറ്റ് ദം ഡു ബൈ ദംസെൽസ്. ഓക്കെ, ഈ പണ്ട് കേട്ടിട്ടില്ലേ,
കുട്ടികൾ ഇങ്ങനെ ഭയങ്കര, അവർക്ക് അറിയില്ലല്ലോ, അവർക്ക് ഈ ബാലൻസ് ഒന്നും ആവാത്ത ഒരു സമയത്ത് അവർ എന്തിനെങ്കിലും ഇങ്ങനെ കല്ലാണോ മണ്ണാണോ എന്നൊന്നും നോക്കാതെ ഭയങ്കരമായിട്ട് സ്പീഡിൽ ഓടും, അവർ വീഴും, അവരുടെ കാല് മുറിയും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും അമ്മമാര് പെട്ടെന്ന് വന്നിട്ട് എന്താ ചെയ്യണത്, എന്താ ചെയ്യാറ്? വീണ സ്ഥലത്ത് അടിക്കും. വീണ സ്ഥലത്ത് അടിക്കും അല്ലെ? ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു ശരിയായ രീതി അല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാല് അപ്പൊ കുട്ടിക്ക് തോന്നുന്നു, എനിക്കൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണോ എവിടെയാണോ സംഭവിച്ചത് അവരെ ഉപദ്രവിക്കാം എന്നൊരു തോട്ട് അതിന് വരൂ. എന്റെ ഒരു സംശയം. ഏതാ? മാം പറഞ്ഞത് ശരിയാണ്, അങ്ങനെ അവർ ചിന്തിക്കുള്ളൂ. അതെ, അവരങ്ങനെ ചിന്തിക്കും. ഇപ്പൊ ഡെസ്കോ ബെഞ്ചോ എന്തെങ്കിലും തട്ടി ഒന്ന് വീണു എന്ന് വിചാരിച്ചോ, ഡെസ്കിനിട്ടും ബെഞ്ചിനിട്ടും നമ്മളൊരു ചവിട്ടോ ഒരു അടിയോ കൊടുക്കും അല്ലെ? കൊച്ചിനെ വീഴിച്ചോ, അങ്ങനെയല്ലേ പറയണേ? സോ അവിടെ അപ്പൊ ഒരു നെഗറ്റീവ് ഒരു മെസ്സേജ് പോകുന്നുണ്ടോ, ഒരു റോങ് മെസ്സേജ്? മാം ചില അമ്മമാർ എന്ത് ചെയ്യുന്നറിയ, കുട്ടി വീണ് കഴിഞ്ഞ കുട്ടിനെ വീണ്ടും അടിക്കും. അപ്പൊ വേദന കൊണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇത് പറയാതെ ഓടണ്ടാന്ന് പറയല്ല. അപ്പൊ കുട്ടികൾക്ക് അധികം വേദനിക്കല്ലേ, മൈൻഡില് അങ്ങനെ വേദന വരില്ല, വിഷമം വരില്ലേ. അപ്പൊ ഇത് ഞാൻ കണ്ടൊരു കാഴ്ച, ഇതുപോലൊരു കുട്ടി ഓടിപ്പോയി വീഴുന്നു. അപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നേ, ഓടിപ്പോയിട്ട് വീഴുന്നു. പെട്ടെന്ന് അമ്മ കുറേ ചെന്നിട്ട് കുട്ടിയെ എടുത്തിരുന്ന വാവു പോയി എന്നങ്ങ് പറഞ്ഞു. പറഞ്ഞപ്പോ അവൻ ഭയങ്കര ഹാപ്പിയായി, അവൻ ഇറങ്ങി, അവൻ വീണ്ടും ഓടുക. പക്ഷെ നോക്കുമ്പോ എന്താ, മുട്ടീന്ന് ചോര ഒഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവനെ അത് ബാധിച്ചില്ല. അവിടെ അമ്മ പറഞ്ഞത് ഒരു ചെറിയ കള്ളമായിരിക്കാം, പക്ഷെ അത് വലിയ കുഴപ്പമില്ല അല്ലെ? ഈ അടിക്കുന്നതിന് പകരം അത് പറഞ്ഞത് കുഴപ്പമില്ലല്ലേ? ആണോ? ആരും കിട്ടുന്നില്ലല്ലോ. ചില കുട്ടികൾക്ക് അവര് ശ്രദ്ധിച്ചാലേ പ്രശ്നമുള്ളൂ. നമ്മള് കണ്ടില്ലെങ്കിൽ അവര് പ്രശ്നമില്ല. അതന്നെ. അപ്പൊ അവൻ അമ്മ പറഞ്ഞപ്പോ വിശ്വാസായി, എനിക്കൊന്നും പറ്റിയില്ല. ഞാന് വഴക്ക് പറയാറുണ്ട് മാം. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ഞാൻ വഴക്ക് പറയല്ലേ ചെയ്യുക. എന്നിട്ട് പിന്നെ മുറിവുണ്ടെങ്കിൽ അതിന്മേലെ മരുന്ന് വെച്ച് തേച്ച് കൊടുക്കും. അത് നല്ലത്. ശരിക്കും അതങ്ങനെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കാരണം വെച്ചാല് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഹെവിനെസ്സുമായിട്ട് ഉറങ്ങാൻ പോകുന്ന കുട്ടി, നമ്മൾ അങ്ങനെ വഴക്ക് പറഞ്ഞു, നമ്മളത് സോർട്ട് ഔട്ട് ചെയ്തില്ല, നമ്മുടെ ഈഗോ സമ്മതിച്ചില്ല സോർട്ട് ഔട്ട് ചെയ്യാൻ. നമ്മൾ ചെന്ന് നോക്കുമ്പോ കുട്ടി ഉറങ്ങി, പക്ഷെ ഈ ഒരു ബെല്ലി ബ്രത്തിലൂടെ കുട്ടിയുടെ ഇത് എങ്ങലടിക്കുക കുട്ടി. അത് മനസ്സിലാക്കിയാൽ നമ്മൾ കുട്ടി ഉറങ്ങാനൊന്നും നോക്കരുത്, അവനെ തല്ലി എണീപ്പിക്കുക, തട്ടി എണീപ്പിക്കുക, എണീപ്പിച്ചിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവനെ ഉറക്കുക. അല്ലെങ്കിൽ ആ രാത്രി മുഴുവനും കംപ്ലീറ്റ് നെഗറ്റീവായിട്ടും അവൻ ഡൗൺ ആയിട്ടിരിക്കും. മോർണിംഗ് എണീക്കുമ്പോ അവന്റെ തലയിൽ മുഴുവൻ അതായിരിക്കും. ഇവനെ നമ്മള് ഉറങ്ങുകയാണ്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഈ ബെല്ലി ബ്രത്ത് ഇങ്ങനെയായി ഏങ്ങലടിയോടെയാണ് ഉറങ്ങുന്നതെങ്കിൽ അപ്പൊ തന്നെ അവനെ തല്ലി എണീപ്പിക്കുക. തല്ലി എണീപ്പിച്ചിട്ട് അത് മാറ്റി അവനെ കെട്ടിപ്പിടിച്ച് ഉറക്കി. അവൻ ഓക്കെ ആയി, നമ്മളും ഓക്കെ ആയി. ആ ഹെവിനെസ് രണ്ടുപേർക്കും പോയില്ലേ? അങ്ങനെ ചെയ്തോളൂ. അതാണ് ഏറ്റവും നല്ലൊരു മാർഗം. പിന്നെ നമ്മള് റോങ് മെസ്സേജ്, ഇപ്പൊ ഞാനൊക്കെ ചെയ്ത ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷെ പിന്നീട് ഇപ്പോഴൊക്കെയാണ് എനിക്കത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. കാരണം അപ്പൊ അവർക്ക് തോന്നും, അപ്പൊ ഒരു ഉറുമ്പ് കടിച്ചാൽ അതിനെ ചവിട്ടി അരയ്ക്കാൻ പോകും. വട്ടവർ ഉറുമ്പ് നമ്മളെ കടിച്ചു, നമ്മൾ ഉപദ്രവിച്ചു, ഓക്കെയാണ്. പക്ഷെ അതിനെ പിന്നീട് എപ്പോ ഉറുമ്പിനെ കണ്ടാലും അതിനെ ചവിട്ടാൻ പോകും. അതൊന്നും ദാറ്റ്സ് നോട്ട് ഡൺ. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പൊ ഇവർക്ക് തോന്നുന്നു, എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരെ ഞാൻ ഉപദ്രവിക്കണം. അത് ഡെസ്കും ബെഞ്ചിനെയും ആയിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷെ പിന്നെ അവര് പിയർ ഗ്രൂപ്പിൽ ഇതുപോലെ ഇഷ്യൂ വരുമ്പോൾ അവർ നല്ല ഇടിക്കാരായി മാറും. അത് അങ്ങനെ ആ ഒരു അക്രമ വാസന അവരിൽ വരുക. ഉണ്ടാക്കി വെച്ചത് നമ്മളാണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂ. എല്ലാ കുട്ടികളിലും വരണമെന്നില്ല. എനിക്കിങ്ങനെ ആലോചിച്ചപ്പോ ഇത് ശരിയാണോ എന്നൊരു ഡൗട്ട് തോന്നി. മറ്റേ നമ്മൾ കള്ളം പറയുമായിരിക്കും, കാക്ക കൊണ്ടുപോയിന്നോ, വാവ് പോയിന്നോ ഒക്കെ പറയുമായിരിക്കും. പക്ഷെ അത് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. സത്യം, അങ്ങനെയുള്ള കാര്യം. എന്താ മാം? ഹലോ, യെസ്, എന്താ പറഞ്ഞേ? കേട്ടില്ലായിരുന്നോ? ഇല്ല. നമ്മളിവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഇപ്പൊ കുട്ടികളെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവർ ഭയങ്കര ടെൻസ്ഡ് ആവുന്നു, അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യരുത്. ലെറ്റ് ദം ഡു ബൈ ഹിംസെൽഫ്, അവർ തന്നെ ചെയ്യട്ടെ, അത് അവർക്ക് വിട്ടുകൊടുക്കുക അല്ലെ, വിട്ടുകൊടുക്കുക. പിന്നെ അതല്ല, അവൻ ഇങ്ങനെ ചുറ്റും നോക്കുവാണ്, നമ്മുടെ അസിസ്റ്റന്റ് നമ്മുടെ സപ്പോർട്ടിന് വേണ്ടി നോക്കുവാണ്, അവന്റെ കണ്ണുകൾ നമ്മളെ പരതുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആക്ടിവിറ്റി നിർത്തുന്നത്. ഇപ്പൊ കുട്ടിക്ക് ഹോംവർക്ക് ചെയ്യണം, കഴിഞ്ഞ ദിവസം ഈ ക്ലാസ്സിലാണോന്ന് അറിയില്ല, ഈ കുട്ടികൾക്ക് ചാർട്ട് പേപ്പർ പ്രിപ്പയർ ചെയ്ത് കൊണ്ട് ചെല്ലാനായിട്ട് സ്കൂളിൽ നിന്ന് പറയും അല്ലെ, ചെയ്യുന്ന മുഴുവൻ അമ്മമാരാന്ന് പറയണ്ടായി, അമ്മമാർക്കാണ് ജോലി, മറ്റേ ബാച്ചിലാന്ന്. ഞാൻ പക്ഷെ എന്റെ മോന് ചെയ്തു കൊടുത്തിട്ടില്ല. അവൻ ആ കുനുകുനാന്ന് ചാർട്ട് പേപ്പറിൽ എഴുതി വെക്കും. അത് എന്താ പറയാ, പേപ്പറിൽ ചെറിയ ക്ലാസ്സിലെ നമ്മൾ സാധാരണ നോട്ട്ബുക്കിൽ എഴുതുന്ന ചാർട്ട് പേപ്പറിൽ വലിപ്പത്തിൽ എഴുതണം എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. പക്ഷെ പിന്നെ 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 ക്ലാസ്സസ് ആയപ്പോഴേക്കും ചാർട്ട് പേപ്പറിൽ ഏത് സൈസ് വേണം, നോട്ട്ബുക്കിൽ ഏത് സൈസ് വേണം എന്ന് കുട്ടിക്ക് മനസ്സിലായി തുടങ്ങി. നമ്മൾ ആദ്യമേ എഴുതി കൊടുത്തില്ല. പല പ്രാവശ്യം എന്നോട് പറഞ്ഞു ഹെഡിങ് എഴുതിത്താ, ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുതൂ, പറഞ്ഞു തരാം, നമ്മൾ എഴുതിക്കില്ല, ഒരു ഒട്ടും വൃത്തി തോന്നില്ല, കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ലെറ്റം ഡു. കഴിഞ്ഞ മറ്റേ ക്ലാസ്സിലെ അമ്മമാര് പറയാ, സ്കൂള് തുറന്നു കഴിഞ്ഞാൽ ഓരോ ഇത് ആക്ടിവിറ്റി പറഞ്ഞ അമ്മമാർക്കാ ജോലി എന്ന് അവര് പറയട്ടെ. ശരിക്കും അങ്ങനെ തന്നെ മാം. അത് എന്താ പറയാ, കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. ഞാൻ എന്റെ ചെറിയ മോനെ കൊണ്ട്, അവന് എഴുതാൻ മടിയാ, അതേപോലെ എന്താണെങ്കിലും അന്ന് എഴുതില്ല, അല്ലെങ്കിൽ കൈവേദനിക്കണം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറയും. എന്നിട്ട് രാവിലെ എഴുതിയിട്ടില്ലെങ്കിൽ ഒരേ കരച്ചിലാണ്, എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ ഒരേ കരച്ചില്. LKG UKG പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയാ. പക്ഷെ ഇപ്പോഴും അവന്റെ മടി മാറിയിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് മൂത്ത മക്കളാണെങ്കിൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചത് കൊണ്ട് അവരെന്നെ ഇപ്പൊ അന്ന് മുതലും അവര് ചെയ്യുമായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് കണ്ടിന്യൂഷൻ. പക്ഷെ ചെറിയ ആളെ കൊണ്ട് ഇപ്പോഴും ഒന്നും ചെയ്യില്ല. പഠിക്കാൻ പറഞ്ഞാൽ നമ്മള് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് എണീക്കും. അങ്ങനത്തെയാണ്. ഇപ്പൊ 7ാം ക്ലാസ്സിൽ എത്തിയിട്ടും അതന്നെ തുടർച്ച. ഇത് മോളിങ്ങനെ വന്നിട്ട് ഇവന്റെ കൈ വേദന എടുക്കുന്നു, അമ്മ ഒന്ന് നോട്ട്സ് എഴുതണം. ഞാൻ പറയും ഞാൻ എഴുതി തരില്ല, നീ എന്നെ ക്രൂര എന്ന് വിളിച്ചാലും ശരി ഞാൻ എഴുതി തരില്ല എന്ന് പറയും. അങ്ങനെ പറയുന്നത്. ഇത് കാരണം ഈ 4ാം ക്ലാസ് തുടങ്ങിയിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അവരുടെ പഠിത്ത കാര്യത്തില്. അവര് തന്നെ ചെയ്യും. അതെ അതെ, ചെയ്ത് പഠിക്കണം. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണത്. അതുകൊണ്ട് ഞാൻ എല്ലാ അമ്മമാരോടും പറയും, പിള്ളേരെന്നെ എഴുതി പഠിക്കട്ടെ, അവര് സാവധാനത്തിൽ എഴുതിയാ മതി, അതാണ് പറയാ. എക്സാം ടൈം ആവുമ്പോ ലീവ് എടുത്ത് അമ്മ ഇരിക്കുന്നു, എല്ലാ ചടങ്ങുകളാ. ഞാനതൊന്നും ബോദർ ചെയ്തിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞു, മോള് 10th ആയപ്പോഴും മാത്സിന്റെ സമയത്ത് ഡൗട്ട്സ് ചോദിച്ചു വരും. ആ ഒരു ടൈമിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. അവളുടെ ഫ്രണ്ട്സും കൂടെ ഡൗട്ട്സ് ചോദിച്ചു വരുമായിരുന്നു. അല്ലാത്ത ടൈമിലൊന്നും ഞാൻ ഇരുന്ന് അങ്ങനത്തെ പരിപാടിയേ ഇല്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ട്രെയിൻ ചെയ്തിരുന്നു അവരെ. വേറൊന്നുമല്ല, ഈ ടീച്ചർ കൊടുക്കുന്ന നോട്ട്സ് തന്നെ അതേപോലെ കാണാതെ പഠിക്കുന്ന പരിപാടി പറ്റില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അവരുടെ ഓൺ തോട്ട്സ് വരണം. അത് ടീച്ചർ പഠിക്കുന്ന റെഫറൻസ് ആക്കി വെക്കുക. അത് തന്നെ ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞു. ഈ PDF നിങ്ങൾക്ക് റെഫറൻസ് ആണ്. ഇത് വായിച്ചിട്ട് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യണം. അപ്പോ അങ്ങനെ മോളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു എല്ലാ എക്സാമും എഴുതിയത്. അപ്പൊ എൻറ്റയർലി ഡിഫറെന്റ് ആണ് അവളുടെ ആൻസർ ഷീറ്റും ഇതും. അതുപോലെ തന്നെ സ്കൂളിൽ എലക്യൂഷൻ ഒക്കെ വരുമ്പോൾ ടോപ്പിക് നേരത്തെ കൊടുക്കുമല്ലോ. എല്ലാ കുട്ടികളും ഗൂഗിൾ നോക്കിയിട്ട് സെയിം സെന്റൻസ് എഴുതി വയ്ക്കും. നമ്മളും ഗൂഗിൾ സെർച്ച് ചെയ്യും, അത് വായിക്കും, അത് ഞങ്ങൾക്ക് റെഫറൻസാ. എന്നിട്ട് ഇത് ഞങ്ങൾ തന്നെ ഇരുന്ന് എഴുതും. അപ്പൊ അവൾക്ക് ഈ പ്രസംഗമൊക്കെ ഹെഡ് ഗേൾ ആയിരുന്നു. പ്രസംഗമൊക്കെ ചില ടോപ്പിക്കിനെ പറ്റി പറയേണ്ടതായിട്ട് വരും. കോമ്പറ്റീഷൻ അല്ല, ഇങ്ങനെ അസംബ്ലിയിൽ പ്രസംഗം പറയേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മള് ഗൂഗിൾ നോക്കിയിട്ട് അത് കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, നമ്മളുടെ ഒരു തിങ്കിങ് ലെവൽ, അത് വെച്ചിട്ട് നമ്മൾ ഓൺ ആയിട്ട് എഴുതും. അപ്പൊ അവിടെ സ്കൂളിലെ ടീച്ചേഴ്സ് പറയും, മോളുടെ പേര് പ്രണവി എന്നാണ്, പ്രണവിയുടെ അമ്മയുടെ എൻറ്റയർലി ഡിഫറെന്റ് ആകും ആ മാറ്റർ. അപ്പൊ അതുപോലെ നമ്മൾ ആകണം. നമ്മൾ കംപ്ലീറ്റ് ഗൂഗിളിന്റെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത്. അത് നമ്മൾ റെഫറൻസ് ആക്കി എടുത്തോളൂ വായിക്കാനായിട്ട്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ കംപ്ലീറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മളുടെ ഒരു യുണീക്ക്, നമ്മളുടെ ഒരു ടച്ച് അതിൽ വരണം. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറില്ലേ? നമ്മളുടെ ഒരു ടച്ച് നമ്മളുടെ ഡിഷിൽ വേണം എന്നുള്ളത്. അത് തന്നെ നമ്മുടെ എല്ലാ പ്രോസസ്സിലും, നമ്മളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ടച്ച്.
ചിലർ കാണാറില്ലേ, ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു സ്റ്റോൺ ഒട്ടിക്കുവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ത്രെഡ് വർക്ക് ചെയ്യുവോ, അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം, ഒരു യുണീക്ക് ആയിരിക്കണം എന്ന് പറയില്ലേ. സോ അത് തന്നെ നമ്മൾ നമ്മുടെ മക്കളിലേക്ക് അങ്ങ് പകർന്നു കൊടുക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മഗ്ഗപ്പ് ചെയ്യുന്ന പരിപാടി ബൈഹാർട്ട് ചെയ്ത് കാണാതെ പഠിച്ച് അത് അങ്ങനെ തന്നെ എഴുതി വെക്കില്ല. അവരത് മനസ്സിലാക്കി അവരുടേതായിട്ടുള്ള ഓൺ വേയിൽ എഴുതും. മോളുടെ PTA മീറ്റിങ്ങിന് ചെന്നപ്പം ഭയങ്കര മാർക്കൊന്നും ഇല്ല കേട്ടോ. PTA മീറ്റിങ്ങിന് ചെന്നപ്പോ ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു പ്രണവിയുടെ ആൻസർ ഷീറ്റ്. പക്ഷെ ടീച്ചർ കൊടുക്കുന്ന നോട്ട്സ് അല്ല അവളുടെ നല്ല രസം ഉണ്ടായിരുന്നു വായിക്കാൻ എന്ന് അവര് പറഞ്ഞേ. ചില ടീച്ചേഴ്സ് എന്താ പറയാ, ഓൺ വേർഡ്സിന് അവർക്ക് മാർക്ക് ഇട്ട് കൊടുക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാ ടീച്ചർമാർ ഇനിയും വളരേണ്ടിയിരിക്കുന്നു. അതെ, എന്റെ മോന്റെ സ്കൂളിൽ കഴിഞ്ഞ ദിവസം അങ്ങനെയായിരുന്നു മാം. അവൻ എക്സാം എഴുതിയിട്ട് 20ൽ 17 കിട്ടിയത്, 17 മാർക്ക്. പക്ഷെ എല്ലാ ആൻസറും കറക്റ്റ് ആണ്, പക്ഷെ 3 മാർക്ക് പോയി. പക്ഷെ ചോദിച്ചപ്പോ അവർ പറഞ്ഞത് ഇവൻ പഠിക്കുന്ന ഇതുപോലെയാ, സാർ എഴുതി കൊടുക്കുന്ന നോട്ട് അവൻ പഠിക്കാറില്ല. ഇവന്റെ ക്വസ്റ്റ്യൻ കേൾക്കും, അവന്റേതായ ആൻസർ എഴുതും. അപ്പൊ സാർ വിളിച്ച് ചോദിച്ചു, സാറിനത് എല്ലാം ടിക്ക് ഇട്ടിട്ടുണ്ട്, ഒന്നും റോങ് ഇല്ല. അപ്പൊ സാറ് പറഞ്ഞു ആ എഴുതിയേക്കണേല് പോയിന്റ് കുറവായിരുന്നു, അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞതെന്ന്. എന്നുവെച്ചാൽ അവരെഴുതിയ പോയിന്റ് അല്ല, സാർ എഴുതിയ പോയിന്റ് അല്ല അവൻ പഠിച്ചത്. അവൻ ഭയങ്കര അവന്റെ മൈൻഡിലനുസരിച്ച് എഴുതിയപ്പോ പോയിന്റ് കുറഞ്ഞു പോയി, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി സാറിന്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. ഇന്നലെ തുടങ്ങിയ ഒരു 10 days ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുക, ഒരു സൈക്കോതെറാപ്പി സെഷനാ. അപ്പൊ 9 to 10 ആണ് സമയം. ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനൊരു 5 minutes ലേറ്റ് ആവുന്നു. ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ അങ്ങോട്ട് കയറും. സോ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ മാം, Okay, ma'am. Thank you, ma'am. Good night, ma'am. Okay, ma'am. Thanks. Good night.